ഇൻട്രൊഡക്ഷൻ ടു എക്കണോമെട്രിക്സ് ആറാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടു വേരിയബിൾ റിഗ്രഷൻ മോഡലിന്റെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ടു വേരിയബിൾ റിഗ്രഷൻ മോഡലിന്റെ ഒരു ബേസിക് പാർട്ട് കണ്ടു. ലീസ്റ്റ് സ്ക്വയർ പ്രിൻസിപ്പിൾസ് എന്താണ് സമ്മതിച്ചു. ലീസ്റ്റ് സ്ക്വയർ പ്രിൻസിപ്പിൾ നമ്മൾ എന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ വെച്ച് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കുന്നു. ഇതിനിപ്പോൾ നമ്മൾ എന്താണ് ഈ SRFലെ എറർ റെസിജ്വൽ ടൈം നമ്മൾ മിനിമൈസ് ചെയ്യാൻ നോക്കുന്നു. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. എറർ ടൈം റെസിജ്വൽ ടൈം മിനിമൈസ് ചെയ്യാന്ന് വെച്ചാൽ എസ്റ്റിമേറ്റഡ് വൈയും ആക്ച്വൽ വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് പരമാവധി കുറച്ചുകൊണ്ട് വരും. അപ്പോൾ സ്ക്വയർ ഓഫ് ദ റെസിജ്വൽ ടൈം ആണ് നമ്മൾ മിനിമൈസ് ചെയ്യുന്നത്. എന്താണ് സ്ക്വയർ ഓഫ് ദ റെസിജ്വൽ ടൈം മിനിമൈസ് ചെയ്യുന്നത്? സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് റെസിജ്വൽ ടൈം ആണ് നമ്മൾ മിനിമൈസ് ചെയ്യുന്നത്. എന്താണ് സം ഓഫ് ദ റെസിജ്വൽ ടൈംസ് മിനിമൈസ് ചെയ്യാത്തത്? റെസിജ്വൽ ടേംസ് സം ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾജിബ്രായിക് സം 0 ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അല്ലെ വേരിയേഷൻസ്, പല ടൈപ്പുള്ള വേരിയേഷൻസ് വരുമ്പോൾ അത് എല്ലാത്തിനും നമ്മൾ ഈക്വൽ വെയിറ്റേജ് ആണ് കൊടുക്കുക. പക്ഷെ നമ്മൾ ഈ റെസിജ്വൽസിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഓരോ കൂടിയ വേരിയേഷനോ കൂടുതൽ വെയിറ്റേജ് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാൻസൽ ഔട്ട് ആയി പോകുന്ന പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. ഒരു കൺസ്ട്രെയിൻഡ് മിനിമൈസേഷൻ നമ്മൾ നടത്തുന്നു എറർ ടൈമിന്, ഈ റെസിജ്വൽ ടൈമിന് വിത്ത് റെസ്പെക്ട് ടു β1 hat ആൻഡ് β2 hat. അപ്പോൾ നമുക്ക് ഈ രണ്ട് നോർമൽ ഇക്വേഷൻസ് കിട്ടും. ഇതിനെ സോൾവ് ചെയ്താൽ β2 hat ഉം β1 hat ഉം കിട്ടും. ഈ എസ്റ്റിമേറ്റേഴ്സിനെ നമ്മൾ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ് എന്ന് വിളിക്കും. ഇതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. ഇതിനെ നമ്മൾ എന്താണ് പറയുക, ഒരു ഇന്റർസെപ്റ്റ് ടൈം ഒഴിവാക്കി നമുക്ക് എന്താണ് പറയുക, ഫ്രം ഡിഫറൻസ് ഓഫ് ദ മീൻ വാല്യൂ എഴുതാം. അങ്ങനെ കിട്ടുന്നതിനെ, ആ കിട്ടുന്ന ഇക്വേഷനെ നമ്മൾ ഡീവിയേഷൻ ഫോം എന്ന് വിളിക്കും. അപ്പൊ ഈ ഡീവിയേഷൻ ഫോമിൽ എന്താണെന്ന് വെച്ചാൽ ഇന്റർസെപ്റ്റ് ടൈം കാണില്ല, ജസ്റ്റ് സ്ലോപ്പ് കോഎഫിഷ്യന്റ് മാത്രമേ ഉള്ളൂ. ഡീവിയേഷൻ ഫോമിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കമ്പ്യൂട്ടിങ് കുറച്ചുകൂടി എളുപ്പമെന്ന് വെച്ചാൽ β1 കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം. ഇവിടെ SRF y1 hat equal to β2 hat xi, yi hat equal to β2 hat xi എന്ന് എഴുതാൻ പറ്റും. നമ്മളിവിടെ ഈ പോയിന്റിലാണ് നിർത്തിയത്. അപ്പോ ഇത് വെച്ചിട്ടൊരു പ്രോപ്പർട്ടി, ഇത് ഈ ഒരു ഡീവിയേഷൻ ഫോം വെച്ചിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ui hat are uncorrelated with the predicted yi. എന്ന് വെച്ചാൽ എസ്റ്റിമേറ്റഡ് റെസിജ്വൽസും നമ്മുടെ yi വാല്യൂ ആയിട്ട് യാതൊരു രീതിയിലും ബന്ധമില്ല, അത് നമ്മൾ അൺകോറിലേറ്റഡ് ആണ്. ഇതെങ്ങനെയാണ് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു ചെറിയ ഫോർമുലേഷൻ നോക്കാം. സിഗ്മ yi hat ui hat. ഇവിടെ സിഗ്മ yi hat ui hat ഈ ടേമിനെ നമുക്കൊന്ന് പിരിച്ചെഴുതാം. സിഗ്മ yi hat എന്താണ്? β2 hat xi യൂസിങ് ദ ഡീവിയേഷൻ ഫോം. β2 hat നമ്മൾ വെളിയിലേക്ക് എടുത്തു. അപ്പൊ xi ടൈംസ് ui ആയി. xi ടൈംസ് ui-നെ നമുക്ക് പിന്നെയും പിരിച്ചെഴുതിയാൽ xi ടൈംസ് yi മൈനസ് β2 hat xi. ബിക്കോസ് ui എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്, yi എന്ന് പറയുന്നത് β2 hat xi പ്ലസ് ui ആണ്. അപ്പൊ അതിനെ തിരിച്ചെഴുതുമ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുലേഷൻ കിട്ടും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ β2 hat വെളിയിൽ കിടക്കുന്നു, xi yi മൈനസ് β2 hat ദ ഹോൾ സ്ക്വയർ xi സ്ക്വയർ, ഇത്രയും കിട്ടി. ഇനി നമ്മൾ എന്താണ് പറയുക, ഈ β2 hatനെ നമ്മൾ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യല്ല, സിഗ്മ xi സ്ക്വയറിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. എങ്ങനെയാണ്? β2 hat ഈസ് ഈക്വൽ ടു സിഗ്മ xi yi ബൈ സിഗ്മ xi സ്ക്വയർ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു. അപ്പോൾ സിഗ്മ xi സ്ക്വയർ എന്തായി? സിഗ്മ xi yi ബൈ β2 hat. അപ്പൊ ഇതിനെ ഇവിടെ റീപ്ലേസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ടേം β2 hat the whole square ടൈം സിഗ്മ xi സ്ക്വയർ മൈനസ് β2 hat the whole square മൈനസ് xi സ്ക്വയർ എന്ന് വരും. രണ്ടും കൂടെ ക്യാൻസൽ ഔട്ട് ആയി 0 ആകും. ഇത് ഇതിന്റെ ഒരു പ്രോപ്പർട്ടി, റെസിജ്വൽസിന്റെ ഒരു പ്രോപ്പർട്ടി. SRF അടുത്ത SRFന്റെ പ്രോപ്പർട്ടി, SRF റെസിജ്വൽസിന്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഈ എറർ ടൈംസ് റെസിജ്വൽ ടൈംസ് ആർ അൺകോറിലേറ്റഡ് വിത്ത് xi, ദാറ്റ് ഈസ് സിഗ്മ ui xi ഈക്വൽ ടു 0. സിമിലർ ആയി നമുക്ക് ഇതുപോലെ തന്നെ ഇതിനെ പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോ ഇപ്പോൾ നമ്മൾ ഈ SRFന്റെ ഇത് കണ്ടു, മറ്റേ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു, റെസിജ്വൽസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കണ്ടു.
ഇനി ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് പറഞ്ഞതിലേക്ക് വരികയാണ്. ഈ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽസിന്റെ ബേസിസിലാണ് നമ്മൾ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്സ് നോക്കുക. എന്നുവെച്ചാൽ ഇതിന്റെ അസംഷൻസ് ആണ് നമ്മൾ CLRM അസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന രീതിയിലാണ് നമ്മൾ വയർലെസ് റിഗ്രഷൻ അഥവാ ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ ഉപയോഗിക്കുക. അത് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. നമ്മൾ റിഗ്രഷൻ അനാലിസിസിന്റെ ഒബ്ജക്റ്റീവ് ഈ ഒരു 2 വേരിയബിൾ റിഗ്രഷൻ മോഡലിന്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ β1 hat β2 hat എന്നീ വാല്യൂസ് കണ്ടുപിടിക്കുക. അതും കൂടാതെ ഈ ട്രൂ β1 ആൻഡ് β2നെ പറ്റി എന്ത് ഇൻഫറൻസ് ഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഈ β1 എന്ന് വെച്ചാൽ നമുക്ക് ഈ β1 ഹാറ്റും β2 ഹാറ്റും അവരുടെ പോപ്പുലേഷൻ കൗണ്ടർ പാർട്സുമായിട്ട് എന്തുമാത്രം വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എസ്റ്റിമേറ്റഡ് yi ഹാറ്റ് ഈ ട്രൂ കണ്ടീഷണൽ മീനുമായിട്ട് എന്തുമാത്രം അടുത്ത് നിൽക്കുന്നു എന്ന് അറിയണം. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. PRF എന്താണ്? yi hat equal to β1 plus β2 xi plus ui. ഇവിടെ yi depends upon both xi and ui. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾക്ക് yiയിൽ β1 നോക്കണ്ട, ദാറ്റ്സ് എ കോൺസ്റ്റന്റ്. xiയും uiയും yi ആയിട്ട് ഡിപ്പെൻഡന്റ് ആണെന്ന് എന്തൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ട്, ആ റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കേണ്ടി വരും. ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എറർ ടേമും എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്സിനെ ബാധിക്കുക എന്നുള്ളതാണ് ഈ റിഗ്രഷൻ ഇന്റർപ്രിട്ടേഷനിൽ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ഇതിനോട് ബന്ധപ്പെടുത്തിയാണ് നമുക്ക് ഈ ഗോഷ്യൻ മോഡൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ CLRM ഇതൊരു 10 അസംഷൻസ് പറയുന്നുണ്ട്. ഈ 10 അസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് തരിക. അതിനെയാണ് ഗോസ്-മാർക്കോവ് തിയറം എന്ന് പറയുന്നത്. അതെന്താണ് നമുക്ക് പിന്നെ കാണാം. അതിന് ഗോസ്-മാർക്കോവ് തിയറം കാണുന്നതിന് മുമ്പ് നമുക്ക് ഈ CLRM അഥവാ ക്ലാസിക്കൽ ലീനിയർ മോഡൽ റിഗ്രഷൻ ലീനിയർ മോഡൽ എന്താണെന്ന് നോക്കാം, അതിന്റെ അസംഷൻസ് എന്താണെന്ന് നോക്കാം. ആദ്യ അസംഷൻ, മോഡൽ ഈസ് എ ലീനിയർ റിഗ്രഷൻ മോഡൽ ആൻഡ് ഇറ്റ് ഈസ് ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ്. എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്, β1 β2 എന്നുള്ളതെല്ലാം ലീനിയർ ആയിരിക്കും. xi സ്ക്വയർ xi ക്യൂബ് പ്രശ്നമില്ല, പക്ഷെ നമ്മൾ മോഡൽ എപ്പോഴും ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ് ആയിരിക്കും. വൈയും എക്സും നോൺ ലീനിയർ ആവും, അത് നമുക്ക് പ്രശ്നമില്ല. ഓൺലി β1 ആൻഡ് β2 ഷുഡ് ബി ലീനിയർ. ഓക്കെ, ഇതാണ് CLRMന്റെ ആദ്യ അസംഷൻ. രണ്ടാമത്തെ അസംഷൻ എന്ന് വെച്ചാൽ എക്സ് വാല്യൂസ് ആർ ഫിക്സഡ് ഇൻ റിപ്പീറ്റഡ് സാമ്പിളിംഗ്. കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ എക്സ് ഈസ് അസ്യൂംഡ് ടു ബി നോൺ സ്റ്റോക്കാസ്റ്റ്. ഇതെന്താന്ന് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. എക്സ് നമ്മൾ സപ്പോസ് നമ്മുടെ കൺസംഷൻ ഇൻകം ഇത് തന്നെ നോക്കാം. ഇവിടെ ഇൻകം ആണ് നമ്മുടെ എക്സ് വേരിയബിൾ, വൈ ആണ് കൺസംഷൻ. പക്ഷെ ഒരാളുടെ ഇൻകം $80 ആണ്. ഈ $80 നമ്മൾ റാൻഡം ഫാമിലിയിലേക്ക് ഡ്രോ ചെയ്യുന്നു. അവരുടെ വീക്ക്ലി കൺസംഷൻ എക്സ്പെൻഡിച്ചേഴ്സ് $60 ആണ്. പിന്നെ എക്സ് അറ്റ് 80 നോക്കുകയാണെങ്കിൽ നമ്മൾ റാൻഡം വേറൊരു ഫാമിലി ഡ്രോ ചെയ്താൽ അതിന്റെ കൺസംഷൻ വാല്യൂ 75 ആണ്. ഇങ്ങനെ ഓരോ വിഡ്രോവലും എക്സ് ഫിക്സ്ഡ് ആണ്. ഇത് എൻറ്റയർ പ്രോസസ്സിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു 10x ഉണ്ട് എന്ന് വെക്കുക. ഈ 10xന് വെച്ച് നമ്മൾ ഡിഫറെന്റ് വൈ ആയിരിക്കും ഓരോ സാമ്പിളിങ്ങിലും എടുക്കുക. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റിഗ്രഷൻ കണ്ടീഷൻ റെഗുലേഷൻ അനാലിസിസ് എന്താ വെച്ചാൽ predicted y is always dependent upon the values of the regressive sets. നമുക്ക് ഇവിടെ നോക്കാം. സോ ഇവിടെ നോക്കുക, ഒരു 80 ഉള്ള ആളുകളുടെ കിട്ടുന്ന y ഇതൊരു ഇതിൽ, 100 ഉള്ള ആളുകളുടെ കിട്ടുന്ന ഇത്, 120 ഉള്ളത് ഇങ്ങനെ ഓരോ സാമ്പിളിലും നമ്മൾ ഡ്രോ ചെയ്യുകയാണ്. നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സെറ്റ് ഓഫ് സാമ്പിൾ ആണ്. 80, 100, 120, 150, 160 അങ്ങനെ. ഇതൊരു ഫിക്സഡ് ബൈ എക്സസ് ആണ്, ചേഞ്ചിങ് വൈസ്. ഈ എക്സ് ഇവിടെ ഫിക്സഡ് ആണ്, വൈ ഓരോ ഡ്രോയിലും മാറ്റണം. അപ്പൊ ഇതൊരു സാമ്പിൾ ആണ്. ഈ എന്താണ് പറയുക, നമ്മുടെ ഇതൊരു
സാമ്പിൾ ആണ് ഈ 80 55. പിന്നെ അത് ഇതൊരു പെയർ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. ആൻഡ് സോ ആണോ സോ അതാണ് പറയുന്നത് എക്സസ് ആർ ഫിക്സഡ്. മൂന്നാമത്തേത് സീറോ മീൻ ഓഫ് ഡിസ്റ്റർബൻസ് യു. എന്നുവെച്ചാൽ ഒരു ഗിവൺ the value of x, the expected value of the random disturbance term is 0. അല്ലെങ്കിൽ പറഞ്ഞാൽ conditional mean value of ui equal to 0. ഇത് നമ്മള് ഇതേ സാധനം നമ്മളിത് നോക്കി ഈ പിക്ചറിൽ നോക്കി ഇവിടെ യു ഐ പ്ലസ് യു ഐ മൈനസ് ഓരോ എക്സ് ഐക്ക് ഈ ഒരു പോയിന്റ് ഇവയെ സം ചെയ്ത് നോക്കിയാൽ ഇത് പ്ലസും മൈനസും ക്യാൻസൽ ആയി പോകും. അതുപോലെ തന്നെ ഇവിടെയും വരും. കാരണം ഇത് ഇറ്റ്സ് ലൈക്ക് സിമെട്രിക്കൽ അറൗണ്ട് തന്നെ. യു ഐ ഓവറോൾ ഇത് എന്നാണ് പറയുന്നത് ഇതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുള്ള വാല്യൂസ് നമ്മൾ ആഡപ്പ് ചെയ്താൽ അത് ക്യാൻസൽ ആയി ഫോർ എ ഗിവൻ എക്സ്. അപ്പോൾ ഇ ഓഫ് യു ഐ ഗിവൻ എക്സ് ഐ ഈക്വൽ 0 എന്ന് വെച്ചാൽ ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? ഇ ഓഫ് വൈ ഐ ഗിവൻ എക്സ് ഐ ഈക്വൽ ടു β1 പ്ലസ് β2 എക്സ് ഐ. അപ്പോൾ നമ്മുടെ പി ആർ എഫിന്റെ എന്താണ് പറയുന്നത് കണ്ടീഷണൽ മീൻ എടുത്തു കഴിഞ്ഞാൽ യു ഐ ടൈം ക്യാൻസൽ ആയി പോകും. ഹോമോസെഡാസിറ്റി ഓർ ഈക്വൽ വാരിയൻസ് ഓഫ് യു ഐ. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു അസംഷനാണ്. എന്താണ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഒരു ഗിവൻ എക്സില് ഈ യു ഐയുടെ വേരിയൻസ് എല്ലാ ഒബ്സർവേഷനും സെയിം ആയിരിക്കും. എന്ന് വെച്ചാല് ഇതിൽ അക്രോസ് ഏത് എക്സ് എടുത്താലും നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇൻകം ലെവല് 80 100 120 ഇങ്ങനെ ഓരോ എക്സിനും നമ്മൾ ഓരോ വൈ എടുക്കുന്നു. ഓരോ സാമ്പിളിലും നമ്മൾ ഈ എറർ ടൈംസ് ഓരോ സാമ്പിൾ റിഗ്രഷനും നമ്മൾ ഈ എറർ എന്താണ് പറയുക ഈ എറർ ടൈംസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു ഈ പി ആർ എഫിൽ വരുമ്പോൾ. അപ്പൊ ഈ എല്ലാ ഓരോ എക്സിനുള്ള ആ കറസ്പോണ്ടിങ് എറർ ടേംസിന്റെ വേരിയൻസ് സെയിം ആയിരിക്കണം. കുറച്ചുകൂടി ഒരു ടെക്നിക്കൽ ആയിട്ട് പറഞ്ഞാൽ ദ വൈ പോപ്പുലേഷൻസ് കറസ്പോണ്ടിങ് ടു വേരിയസ് എക്സ് വാല്യൂസ് ഹാവ് ദ സെയിം വേരിയൻസ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ റിഗ്രഷൻ ലൈനിന്റെ അറൗണ്ട് ആയിട്ടുള്ള ഈ എറർ ടേംസിന്റെ വേരിയൻസ് ഈക്വൽ ആയിരിക്കണം. അത് എക്സ് കൂടിയാലും ഈക്വൽ ആയിരിക്കണം, എക്സ് കുറഞ്ഞാലും ഈക്വൽ ആയിരിക്കണം. നമുക്ക് ഈ ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലായി. ഇവിടെ നോക്കി ഇതൊരു എക്സ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ഇതാണ് ഇത് തന്നെ കണ്ടീഷണൽ മീൻ. ഇതാ കണ്ടീഷണൽ മീനിന്റെ വേരിയൻസ് പ്ലസ് ആൻഡ് മൈനസ്. സോ ഇതിന്റെ ഈ വേരിയൻസ് ഇവിടെ സെയിം ആണ്. അത് ഈ x1 ഇവിടെ വേരിയൻസ് സെയിം ആണ്, x2ലും വേരിയൻസ് സെയിം ആണ്, xi-ലും വേരിയൻസ് സെയിം ആണ്. എറർ ടേംസിന്റെ വേരിയൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ഹോമോസെഡാസിറ്റി. പക്ഷേ എറർ ടേംസിന്റെ വേരിയൽ അണീക്വൽ ആണ്. ഇവിടെ കുറച്ച് വേരിയൻസേ ഉള്ളൂ, ഇവിടെ ഒത്തിരി കൂടുതൽ വേരിയൻസ്. ഇവിടെ കമ്പയർഡ് ടു ദിസ് ഒരു മീഡിയം ലെവൽ വേരിയൻസ്. ഇതിനെ ഹെട്രോസെഡാസിറ്റി അഥവാ അൺഈക്വൽ വേരിയൻസ് എന്ന് നമ്മൾ വിളിക്കും. ഈ ഹോമോസെഡാസിറ്റി ബ്രേക്ക് ചെയ്താൽ എന്തുണ്ടാവും എന്നുള്ളത് നമ്മൾ ഇത് കഴിയുമ്പോഴാണ് നമ്മൾ ഹെട്രോസെഡാസിറ്റി വന്നാൽ എന്തുണ്ടാവും എന്നുള്ളത്. ഹെട്രോസെഡാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും വേരിയൻസ് ഓഫ് യു ഐ ഗിവൻ എക്സ് ഐ ഈക്വൽ ടു സിഗ്മ എക്സ് ഐ സ്ക്വയർ. നേരത്തെ കേസിൽ നമ്മൾ സിഗ്മ സ്ക്വയർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഇതിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് ഇറസ്പെക്റ്റീവ് ഓഫ് വേർ വി ആർ മെഷറിംഗ്. ഇതിന്റെ ഇതെന്താന്ന് വെച്ചാൽ നേരത്തെ ഇത് നോക്കിയാൽ വേരിയൻസ് ഓഫ് യു ഗിവൻ x1 ഇസ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് യു ഗിവൻ x2 ആൻഡ് ഇസ് ലെസ് ദാൻ വേരിയൻസ് യു ഗിവൻ xi. ഇവിടുത്തെ എന്താണ് ഇതിന് മിനിമം വേരിയൻസ് ഉള്ളതുകൊണ്ട് എന്ത് പറ്റും? ഈ y ഒബ്സർവേഷൻസ് പോപ്പുലേഷൻസ് ഈസ് ഈക്വൽ ടു x to x1 PRF-ന് അടുത്ത് കിടക്കും. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ വേരിയൻസ് കൂടുതലുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയി PRF-ൽ നിന്ന് കുറച്ച് ദൂരത്തോട് മാറിയിരിക്കും. ഇവിടെ അതിനും ഒത്തിരി വേരിയൻസ് ഉള്ളതുകൊണ്ട് PRF-ൽ നിന്ന് ഈ പർട്ടിക്കുലർ ഇതിന് കറസ്പോണ്ടിങ് ആയ YI പിന്നെയും ദൂരെയായിരിക്കും.
അപ്പോൾ ഇത് നമ്മുടെ ഈ എന്താണ് പറയുക, നമ്മൾ പ്രെഡിക്റ്റഡ് വൈസ് കറസ്പോണ്ടിങ് ടു ദ വേരിയസ് എക്സസ് എന്ന് വെച്ചാൽ ഓരോ ഗ്രൂപ്പിനും നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് എക്സസ് ഇതെല്ലാം ഒരേപോലെ റിലയബിൾ ആയിരിക്കില്ല. എന്താണ്, ഇതിലെ വൈ ഐസ് പി ആർ എഫിന് അടുത്ത് നിൽക്കും, ഇതിലെ കുറച്ച് മാറിയേക്കും, ഇതിലെ കുറച്ചുകൂടെ മാറി നിൽക്കും. അപ്പൊ ഈ എസ്റ്റിമേറ്റ്സ് നമുക്ക് റിലയബിൾ ആയിരിക്കില്ല. അതാണ് ഈ അണീക്വൽ വേരിയൻസ് അഥവാ ഹെട്രോസഡാസിറ്റി വന്നത്തെ പ്രശ്നം. അടുത്തത് എന്ന് വെച്ചാൽ നോ ഓട്ടോ കോറിലേഷൻ ബിറ്റ്വീൻ ദ ഡിസ്റ്റർബൻസ് എന്ന് വെച്ചാൽ there is no correlation between any terms in the error time. Say നമ്മൾ u1 u2 u3 u3 u2 u3 u4 u5 u6 u7 u8 u9 u10 ഇങ്ങനെ പോകുന്നു. അല്ല u1 ഉം u2 ഉം തമ്മിലുള്ള കോറിലേഷൻ നോക്കിയാൽ 0 ആയിരിക്കും, u2 ഉം u1 ഉം u5 ഉം നോക്കിയാലുള്ള കോറിലേഷൻ 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ എറർ ടേമിന്റെ അകത്ത് ഒരു ഡിപെൻഡന്റ് സ്ട്രക്ചറും കാണില്ല. അപ്പൊ ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കൽ എന്താ പറയുക, കോവേരിയൻസ് ഓഫ് യു ഐ മൈനസ് യു ഐ യു ജെ ഗിവൺ എക്സ് ഐ എക്സ് ഐ. കോവേരിയൻസിനെ നമുക്ക് ഇങ്ങനെ മാറ്റി, കോവേരിയൻസിന് എന്താണ് പറയുക, അപ്പോഴത്തേക്കും കോവേരിയൻസ് ബിറ്റ്വീൻ യു ഐ ആൻഡ് യു ജെ എന്താണ് പറഞ്ഞത്, ഇ ഓഫ് യു ഐ മൈനസ് ഇ ഓഫ് യു ഐ ടൈംസ് യു ജെ മൈനസ് ഇ ഓഫ് യു ജെ ഗിവൺ എക്സ് ഐ ആൻഡ് ഗിവൺ എക്സ് ജെ. ഇതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇ ഓഫ് യു ഐ ഗിവൻ എക്സ് ഐ ആൻഡ് യു ജെ ഗിവൻ എക്സ് ജെ എന്ന് വരും. അതെന്തുകൊണ്ടാണ്, നമ്മൾ ഓൾറെഡി ഒരു റിസൾട്ട് ചെയ്തിട്ടുണ്ട്. ആ റിസൾട്ടിന്റെ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ടൈമിലേക്ക് എത്തുക. അപ്പൊ ഇത് എന്താണ് പറയുക, ഇത് 0 ആണ്, ഇതും 0 ആണ്. കാരണം കണ്ടീഷണൽ മീൻ ഓഫ് എറർ ടൈം ഈസ് ഈക്വൽ ടു 0 നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും 0 ആവും. അപ്പോൾ ഈ ടേം 0 ഇ ഓഫ് യു ഐ ഇവൻ എക്സ് ഐ എന്ന് പറയുന്നത് 0 ആവും. അപ്പൊ ഇതിന്റെ ഓവറോൾ വാല്യൂ 0 ആവും. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ദർ ഈസ് നോ കോറിലേഷൻ ബിറ്റ്വീൻ ദ ഡിസ്റ്റർബൻസസ്. ഇതിനെ പ്രാക്ടിക്കൽ രീതിയിൽ നോക്കിയാൽ നമ്മൾക്ക് ഈ വൈ വാല്യൂ ഈ ഡീവിയേഷൻ ഓഫ് എനി ടു വൈ വാല്യൂസ് ഫ്രം ദർ മീൻ വാല്യൂസ് ഡസ് നോട്ട് എക്സിബിറ്റ് എനി പാറ്റേൺസ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആക്ച്വൽ വൈയും എസ്റ്റിമേറ്റഡ് വൈയും തമ്മിലുള്ള ഈ ഡിഫറൻസ് ഉണ്ട്, പ്യൂർലി റാൻഡം ആണ്. എന്ന് വെച്ചാൽ ആദ്യം ഒരു പോസിറ്റീവ് ആയിരിക്കും, അത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും, പിന്നെ എന്താണ് പറയുക, പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സപ്പോസ് ഈ തമ്മിൽ യു ഐസ് ആണെങ്കിൽ പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണെങ്കിൽ ആദ്യത്തെ വാല്യൂ പോസിറ്റീവ് ആണ്, ഒരു എറർ ടൈം പോസിറ്റീവ് ആണെങ്കിൽ അടുത്തതും പോസിറ്റീവ് ആയിരിക്കും. ഒന്നും നെഗറ്റീവ് ആണെങ്കിൽ അടുത്തത് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ രണ്ടെണ്ണം ഈ യു ഐസ് നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അടുത്ത നെഗറ്റീവ് ആയിരിക്കും, പിന്നെ അടുത്ത നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഈ ഡിസ്റ്റർബൻസ് ടൈം ഒരു സിസ്റ്റമാറ്റിക് പാറ്റേൺസ് ഉണ്ടെങ്കിൽ ഇതിനെ ഓട്ടോ കോറിലേഷൻ അഥവാ സീരിയൽ കോറിലേഷൻ എന്ന് വിളിക്കും. നമ്മൾക്ക് ഈ ഒരു ഫിഗർ നോക്കാം. ഇതൊരു പോസിറ്റീവ് ഓട്ടോ കോറിലേഷൻ ആണ് 1, ഇതൊരു നെഗറ്റീവ് ഓട്ടോ കോറിലേഷൻ ആണ് 2, ആൻഡ് ഇതൊരു 0 കോറിലേഷൻ, കാരണം ഇവിടെ ഒരു പാറ്റേണും ഇല്ല. അപ്പോൾ രണ്ട് മേജർ അസംപ്ഷൻസ് നമ്മളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ എറർ ടേംസ് ഹാവ് ഈക്വൽ വേരിയൻസ്, രണ്ട് എറർ ടേംസ് ആർ അൺഈക്വൽ എന്നാണ്, they are completely random, there is no auto correlation present. മൂന്നാമത്തെ എന്താണ്, എറർ ടേംസ് ഈസ് അൺകോറിലേറ്റഡ് വിത്ത് എക്സ് ഐ. അടുത്ത ടേം എന്ന് പറയുന്നത് നാലാമത്തെ എന്താണ്, മോഡൽ ഈസ് ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ്. 4 അസംപ്ഷൻസ് ആയി, സോറി 6 അസംപ്ഷൻസ്. അടുത്ത അസംപ്ഷൻ, ഏഴാമത്തെ അസംപ്ഷൻ എന്ന് വെച്ചാൽ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ടു ബി എസ്റ്റിമേറ്റഡ്. ഇതൊരു വളരെ ലോജിക്കലായ എസ്റ്റിമേഷൻസ് ഒരു അസംപ്ഷൻ. എന്ന് വെച്ചാൽ നമുക്ക് 10 ഒബ്സർവേഷൻ ഉണ്ട്, 10 ഒബ്സർവേഷൻ വെച്ചാൽ 11 പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ മോഡൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണെങ്കിലും നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്. ഈ അസംഷനിൽ നമ്മൾ അധികം സമയം ചെലവഴിക്കേണ്ട കാര്യമില്ല, വെറുതെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകുന്നത്. അസംഷൻ 8,
വേരിയബിലിറ്റി ഇൻ എക്സ് വാല്യൂസ്. എക്സ് വാല്യൂസിന്റെ ഗിവൺ സാമ്പിൾ മസ്റ്റ് നോട്ട് ബി ഓൾ ദ സെയിം. എന്ന് വെച്ചാൽ എക്സ് വാല്യൂവിനൊരു വേരിയൻസ് ഉണ്ട്, ദാറ്റ് ഷുഡ് ബി ഫൈനൈറ്റ് പോസിറ്റീവ് നമ്പർ. എല്ലാ എക്സ് വാല്യൂസും ഐഡന്റിക്കൽ ആണെങ്കിൽ എന്ത് പറ്റും? എക്സ് ഐ ഇസ് ഈക്വൽ ടു എക്സ് ബാർ എന്ന് പറയും. അപ്പോഴെന്താണ് പറ്റുക? നമ്മളുടെ β2ന്റെ ഇക്വേഷനിലേക്ക് തിരിച്ചു പോകും. അപ്പൊ അതിന്റെ ഡിനോമിനേറ്റർ ഓഫ് ദാറ്റ് ഇക്വേഷൻ 0 ആവും. അപ്പൊ എന്ത് പറ്റും? നമുക്ക് β2 എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. β2 എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല, β1 എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ എക്സ് വാല്യൂസിൽ കുറച്ച് വേരിയേഷൻസ് വേണം. എന്ന് വെച്ചാൽ ഈ എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 80 എന്ന് വെച്ചിട്ട് എല്ലാ ഹൗസ് ഹോൾഡിന്റെ ഇൻകം 80 നമ്മൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കൊന്നും റിസൾട്ട് കിട്ടില്ല. എക്സ് വാല്യൂസിൽ കുറച്ച് വേരിയേഷൻ വേണം. 9ാമത്തെ അസംഷൻ എന്ന് വെച്ചാൽ the regression model is correctly specified. Alternatively, there is no specification bias or error in the model used in empirical analysis. ഇത് കുറച്ച് ഒരു എന്താണ് പറയുക, വേഗമായിട്ടുള്ള ഒന്നാണെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു അബ്സർവേഷനാണ്. വൈ? ബിക്കോസ് ഇതൊരു പരിധി വരെ നമ്മുടെ റിസർച്ചറിന്റെ ഡിസിഷനാണ് മോഡൽ എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. ഇതിലൊരു കൃത്യമായ ഒരു എന്താണ് പറയുക, നമുക്കിതിനെ കൃത്യമായിട്ട് ഈ ഒരു അസംഷൻ വയലേറ്റ് ചെയ്യുന്നുണ്ടോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് പറയാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ തിയറിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടോ എന്ന് വെച്ച് നമുക്കിത് പറയാൻ പറ്റും. പക്ഷെ നമ്മളൊരു പുതിയ തിയറി അപ്പോൾ ഒരു എന്ന് വെച്ചാൽ ചെയ്യുന്ന തിയറിക്ക് അനുസരിച്ചായിരിക്കും റിഗ്രഷൻ മോഡലിന് കറക്റ്റ് സ്പെസിഫിക്കേഷൻ. അല്ലാതെ ഇതൊരു ജനറൽ ആയിട്ട് നമ്മുടെ റിഗ്രഷൻ മോഡൽ എപ്പോഴും കറക്റ്റ് ആയിരിക്കും എന്നല്ല. നമ്മളൊരു പർട്ടിക്കുലർ സാധനം ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വേണ്ട വേരിയബിൾസ് മോഡലിലേക്ക് കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഇവിടെ നോക്കുക. സോ നോ സ്പെസിഫിക്കേഷൻ ബയാസ് അല്ലെങ്കിൽ എറർ എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റാണ് നമ്മൾ കാണേണ്ടത്. എക്കണോമെട്രിക് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചിട്ട് ചില സ്പെസിഫിക് ആയ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുന്നു. വാട്ട് വേരിയബിൾ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ മോഡൽ? ഒന്ന്, വേരിയബിൾസ്. സ്പെസിഫിക്കേഷൻ ബയാസ് ഒഴിവാക്കാൻ നമ്മൾ നോക്കേണ്ടത്. 2, ഫങ്ഷണൽ ഫോം. മോഡൽ ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ് ആണോ, ലീനിയർ ഇൻ വേരിയബിൾസ് ആണോ, അതോ രണ്ടും ആണോ, അത് എവിടെയെങ്കിലും നോൺ ലീനിയാരിറ്റി ഉണ്ടോ? അറ്റ്ലീസ്റ്റ് ലൈക്ക് മോഡൽ ഈസ് നോൺ ലീനിയർ ഇൻ വേരിയബിൾസ് ആൻഡ് ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ്, അങ്ങനെയാണോ? ഇത് നമ്മൾ നോക്കണം. 3ാമത്, വാട്ട് ആർ ദ പ്രോബബിലിസ്റ്റിക് അസംഷൻസ് മെയ്ഡ് അബൌട്ട് ദ YI, XIs ആൻഡ് UA എൻട്രിങ് ഇൻ ദ മോഡൽ? നമ്മൾ എന്തെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ അസംഷൻസ് വയ്ക്കുന്നുണ്ടോ? ഇത് നോക്കേണ്ടി വരും. ഈ 2 മോഡൽ നോക്കുക. ഇതിന്റെ എക്സാം എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മണി വേജസ് ആൻഡ് ദ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഇവിടെ YI ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മണി വേജസ് ആൻഡ് XI ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. മോഡൽ ഫസ്റ്റ് മോഡൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ് ആൻഡ് ഇൻ ദ വേരിയബിൾസ്. സെക്കൻഡ് മോഡൽ എന്ന് വെച്ചാൽ ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ് ആണ്, പക്ഷെ നോൺ ലീനിയർ ഇൻ വേരിയബിൾ. ഇനി ഇവിടെ നമ്മൾ ഈ ഫിഗർ നോക്കാം. അടുത്ത ഫിഗർ നോക്കാം. ഇതാണ് ആദ്യത്തെ മോഡലിന്റെ എസ്റ്റിമേഷൻ. ഇതാണ് നമ്മുടെ 2ാമത്തെ മോഡലിന്റെ എസ്റ്റിമേഷൻ. ഫിലിപ്സ് കർവ് എസ്റ്റിമേഷൻ ആണ് ബേസിക്കലി, ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഫിലിപ്സ് കർവ് എസ്റ്റിമേഷൻ. ഇവിടെ എന്താണ് പറയുക, 2ാമത്തെ മോഡലാണ് കറക്റ്റ് ട്രൂ മോഡൽ എന്ന് സപ്പോസ് ചെയ്യുക. ആദ്യത്തെ മോഡൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോങ് റിസൾട്ട് കിട്ടും. പക്ഷെ ഇൻ പ്രാക്ടീസ് നമുക്ക് ഏതാണ് കറക്റ്റ് വേരിയബിൾസ്, ഏതാണ് കറക്റ്റ് ഫങ്ഷണൽ ഫോം, ഏതാണ് കറക്റ്റ് പ്രോബബിലിറ്റിക് അസംപ്ഷൻസ് അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം റിസർച്ചറിന്റെ ഒരു കോളാണ്. ഏതൊക്കെ വേരിയബിൾസ് ഉപയോഗിക്കണം, ഏത് ഫങ്ഷണൽ ഫോം ഉപയോഗിക്കണം, ഇതൊക്കെ ഉള്ളത് നിങ്ങൾ ആസ് ആൻ എക്കണോമെട്രീഷ്യൻ ചിന്തിച്ച് ആൻസർ ചെയ്യേണ്ട പുസ്തകമാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന് അതിലൊരു കൃത്യമായ ഉത്തരം തരാൻ പറ്റില്ല. 10ാമത്തെ അസംഷൻ, there is no perfect multicollinearity. That is, there are no perfect linear relationship among explanatory variables. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ എന്താണ് പറയുക, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കും. മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽസ് നോക്കും.
മൾട്ടിക്കൊലീനിയാരിറ്റി എന്ന് വെച്ചാൽ ഈ എക്സ് വേരിയബിൾസിനിടയ്ക്ക് ഉള്ള ഒരു ലീനിയർ റിലേഷൻഷിപ്പ്. ഇവിടെ നമ്മൾ ടു വേരിയബിൾ റിഗ്രഷൻ മോഡൽ ആയതുകൊണ്ട് മൾട്ടിക്കൊലീനിയാരിറ്റി ഒരു പ്രശ്നം വരുന്നില്ല, കാരണം നമുക്ക് ഒരൊറ്റ എക്സ്പ്ലനേറ്ററി വേരിയബിളേ ഉള്ളൂ. സോ ഇതാണ് ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ ആൻഡ് ഇറ്റ്സ് അസംഷൻസ്. നമുക്ക് ഈ അസംഷൻസ് ഒന്നുകൂടി ക്വിക്കായിട്ടൊന്ന് ഓടിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അസംഷൻ 1, മോഡൽ ഈസ് ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ്. അസംഷൻ 2, എക്സ് വാല്യൂസ് റിപ്പീറ്റഡ് സാമ്പിളിംഗിൽ ഫിക്സ്ഡ് ആണ്. എന്നുവെച്ചാൽ എക്സ് വാല്യൂസ് മാറുന്നില്ല, ഓരോ സാമ്പിളിംഗിലും എക്സ് വാല്യൂസ് ഫിക്സ്ഡ് ആണ്. എന്ന് വെച്ചാൽ നോൺ സ്റ്റോക്കാസ്റ്റിക് ആണ്, പക്ഷെ വൈ വേരിയബിൾ സ്റ്റോക്കാസ്റ്റിക് ആണ്. ഒരു സെറ്റ് ഓഫ് എക്സിന് നമ്മൾ ഓരോ റൗണ്ടിലും ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് വൈ എടുക്കുക. എറർ ടേമിന്റെ എറർ ടേമിന്റെ മീൻ വാല്യൂ 0 ആണ്. കണ്ടീഷണൽ മീൻ ഓഫ് എറർ ടേം ഇസ് 0. അതിന്റെ പ്രൂഫ് നമ്മൾ കണ്ടു. ഓവറോൾ ഇത് പ്ലസ് മൈനസ് കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്തു എന്ന് പറയാം അക്രോസ് ദിസ് മീൻ, അറൌണ്ട് ദ മീൻ. നാലാമത്തെന്ന് വെച്ചാൽ ഹോമോസെഡാസിറ്റി ഓർ ഈക്വൽ വേരിയൻസ് ഓഫ് യു ഐ. വേരിയൻസ് ഓഫ് യു ഐ ഈസ് ഈക്വൽ ടു എക്സ് ഐ ഫോർ എനി എ. എന്താണെന്ന് വെച്ചാൽ ഈക്വൽ വേരിയൻസ് അല്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന എല്ലാ വൈ വാല്യൂസും ഈക്വലി റിലയബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ നമ്മൾ പറയുന്നത്. ഈ കണ്ടീഷനെ വയലേറ്റ് ചെയ്താൽ ഹെട്രോസെഡാസിറ്റി എന്ന് പറയും. അസംഷൻ 5, നോ കോറിലേഷൻ ബിറ്റ്വീൻ ദ ഡിസ്റ്റർബൻസസ്. എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റർബൻസസ് തമ്മിൽ ഒരു ബന്ധവുമില്ല, അതായത് ഈ ഡിസ്റ്റർബൻസ് കംപ്ലീറ്റ്ലി റാൻഡം ആണ്. എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതിനെ സീരിയൽ കോറിലേഷൻ എന്ന് പറയും. ഈ ആദ്യത്തെ ഗ്രാഫ് പോസിറ്റീവ് സീരിയൽ കോറിലേഷനും രണ്ടാമത്തെ ഗ്രാഫ് നെഗറ്റീവ് സീരിയൽ കോറിലേഷനും അവസാനത്തെ ഗ്രാഫ് കംപ്ലീറ്റ്ലി റാൻഡം അഥവാ സീറോ കോറിലേഷനും എക്സാമ്പിൾ ആണ്. അടുത്ത അസംഷൻ എന്ന് വെച്ചാൽ സീറോ കോവേരിയൻസ് ബിറ്റ്വീൻ യു ഐ ആൻഡ് എക്സ് ഐ, അഥവാ ഇ ഓഫ് യു ഐ ടൈംസ് എക്സ് ഐ ഈക്വൽ ടു 0. വെച്ചാൽ ഈ എക്സ് ഐയുടെ വേരിയേഷൻ അനുസരിച്ച് യു ഐ മാറില്ല. അതായത് എക്സ് ഐയും യു ഐ കംപ്ലീറ്റ്ലി അൺകോറിലേറ്റഡ്. ഇതിന്റെ ഇപ്പോഴത്തേക്കും എന്ന് വെച്ചാൽ എന്താണ് പറയുക, ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ എക്സ് ഐ കൂടിയാൽ യു ഐ കൂടും എന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടെങ്കിൽ എക്സ് ഐ കൂടിയാൽ യു ഐ കൂടും, എക്സ് ഐ കുറഞ്ഞാൽ യു ഐ കുറയും. നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സംഭവിക്കും. ഇവിടെ ഇതിന്റെ ഉദ്ദേശം ഇത് ഉൾപ്പെടുത്തുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ എക്സ് ആൻഡ് യു ഹാവ് സെപ്പറേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ വൈ. പക്ഷെ എക്സ് ആൻഡ് റിലേറ്റഡ് ഇത് നമുക്ക് ഇത് അങ്ങനെ ഒരു കോറിലേഷൻ ഉണ്ടെങ്കിൽ ഇതിന്റെ ഇൻഡിവിജ്വൽ എഫക്ട്സ് നമുക്ക് വൈയിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിക്സ്ത് അസംഷൻ, there is no covariance between ui and xi. Seventh assumption എന്ന് വെച്ചാൽ number of observations is greater than the number of parameters to be estimated. വളരെ ലോജിക്കലായ അസംഷൻ ആണ്, കാരണം ഇത് വയലേറ്റ് ചെയ്താൽ നമുക്ക് ഈ മോഡൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അസംഷൻ 8, വേരിയബിലിറ്റി ഇൻ എക്സ് വാല്യൂസ്. എക്സ് വാല്യൂസ് വേരിയബിൾ അല്ല എങ്കിൽ, സപ്പോസ് എക്സ് വാല്യൂസ് എല്ലാം സെയിം ആണെങ്കിൽ എക്സ് ഐ ഈക്വൽ ടു എക്സ് ബാർ എന്ന് വരും. അപ്പോൾ നേരത്തെ നമ്മൾ ആദ്യം കണ്ട ബീറ്റ2ന്റെ എന്താണ് പറയുക, ഡിനോമിനേറ്ററിൽ 0 വരും. അപ്പോൾ ബീറ്റ2 എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിനോമിനേറ്റർ 0 വന്നു കഴിഞ്ഞാൽ ബീറ്റ2 എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല, ബീറ്റ1 എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒമ്പതാമത്തെ അസംഷൻ എന്ന് വെച്ചാൽ റിഗ്രഷൻ മോഡൽ കറക്റ്റ്ലി സ്പെസിഫൈഡ് ആണ്. ഇതും നമുക്ക് എന്താണ് പറയുക, ഒരു തിയററ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് ശരിക്കും ഇൻ പ്രാക്ടീസ് മോഡൽ കറക്റ്റ് സ്പെസിഫിക്കേഷൻ എന്നുള്ളത് വളരെ ലിമിറ്റഡ് ആണ്. നിങ്ങളുടെ ഉപയോഗിക്കുന്ന തിയറിയും നിങ്ങൾക്ക് ആക്ച്വലി അവൈലബിൾ ആയ ഡാറ്റയും അനുസരിച്ചാണ് നിങ്ങൾ ശരിക്കും മോഡൽ സ്പെസിഫൈ ചെയ്യുക. നമ്മളുടെ കയ്യിലുള്ള ഇൻഫർമേഷനെ ഏറ്റവും നന്നായി ഉപയോഗിക്കുക എന്നുള്ള ഈ കവിൻ നമുക്ക് ഈ ഒരു അസംഷന് ഇതിന്റെ വയലേഷൻസിനെ ഓവർകം ചെയ്യാൻ വേറെ വഴിയില്ല. ലാസ്റ്റ് ഈസ് ദർ ഈസ് നോ പെർഫെക്റ്റ് മൾട്ടിക്കുലാരിറ്റി എന്ന് വെച്ചാൽ ദർ ഈസ് നോ പെർഫെക്റ്റ് ലീനിയർ റിലേഷൻഷിപ്പ് എമംഗ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്. വെച്ചാൽ x1 x2 x3 എന്ന് പറഞ്ഞാൽ 3 എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഉണ്ട്. ഇത് തമ്മിലൊരു ലീനിയർ കോറിലേഷൻ ഇല്ല. എന്ന് വെച്ചാൽ x1 നമുക്ക് x2ന്റെ ടേം എന്ന് വെച്ചാൽ എന്താണ് പറയുക, x1 ഈക്വൽ ടു ലാംഡ x2
2 എന്ന് എഴുതാൻ പറ്റില്ല. ഇതാണ് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മൾ പെർഫെക്റ്റ് മൾട്ടിക്കോലിനിയാരിറ്റി എന്ന് പറയുക. ഇങ്ങനെയൊന്നും ഇല്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഈ 10 അസംഷൻസ് ആണ് CLRMന്റെ ബേസ്. ഇതിൽ നമ്മൾ മിസ്സായ കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കിട്ടും. അത് ഈ ഗുജറാത്തി ചാപ്റ്റർ 3 കൊടുത്തിട്ടുണ്ട്, മെയിൻ ടെക്സ്റ്റിലായിട്ടും അപ്പൻഡിക്സിലായിട്ടും. അപ്പൊ നമ്മളപ്പോ ഈ ഒരു പോയിന്റിൽ വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ ഇതിന്റെ ബാക്കി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.